ബഹുദൂരം പിന്നിലാണ് കോൺഗ്രസ്. ഇതാണ് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തെ പ്രശ്നം, പ്രധാന പ്രശ്നം. അതുകൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ സാധ്യത ബഹുദൂരം പിന്നിലേക്ക് പോയിരിക്കുന്നു. മത്സരം കൃത്യമായിട്ട് CPM-ഉം BJP-യും തമ്മിൽ എന്ന അവസ്ഥയിലേക്ക് വന്നു. അടുത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ആദ്യ UDF സ്കോർ ചെയ്ത സമയത്ത് തന്നെ ചില സഖാക്കന്മാരുമായിട്ട്, അതായത് പ്രാദേശിക നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എതിർപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാധ്യതകൾ പറയാം. ഞാൻ അവരോട് ചോദിച്ച ഇത്രയാണ്, ഇക്കുറി നിങ്ങൾ ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് മറ്റേവരുടെ തീരുമാനം ആകട്ടെ, അല്ലെ അവരുടെ സ്ഥാനാർത്ഥികളും കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റൂ. അതായത് എത്രയൊക്കെ വേഴ്സ് ആയിട്ടുള്ള സിനാരിയോയിലും നമ്മൾ ജയിക്കുമെന്ന് നെഞ്ചുറപ്പോട് പറഞ്ഞുകൊണ്ടിരുന്ന സഖാക്കന്മാർക്ക് ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് അപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂടി എന്നൊന്നും പറയുന്നില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്, മുന്നേറുന്നുണ്ട്. ഈ സഖാക്കന്മാർക്ക് ഒരു വർദ്ധിത വീര്യം കൈവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിയോജിക്കുമോ? ഞാൻ യോജിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം എതിർപക്ഷത്ത് കോൺഗ്രസ് ഇല്ല, BJP ആണ്.